അപ്പോൾ ഒരു 4:30-ക്കാണ് ട്രെയിൻ ഇവിടെ എത്തിയത്. നേത്രാവതി എക്സ്പ്രസ് ആയിരുന്നു. അതിനുശേഷം ജസ്റ്റ് റെസ്റ്റ് റൂമിൽ കയറി ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി. പക്ഷേ റെസ്റ്റ് റൂമൊക്കെ ഫുൾ ആയതുകൊണ്ട് VIP എക്സിക്യൂട്ടീവ് ലോഞ്ച് എടുക്കേണ്ടി വന്നു. അപ്പോൾ അവിടെയായിരുന്നു ഇത്രയും നേരം. അവിടെ നിന്ന് ഫ്രഷ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ ക്യാബ് വരണം. നമ്മുടെ പാക്കേജിൻ്റെ ടീം തന്നെ ക്യാബ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട്. अरे 20 मिनिटांनी 10 मिनिटा भितर जाईल पिकअप करून 10 मिनिटा भितर आम्ही पैसे घेणार किती घेणार. ഇനി നമ്മൾ ഗോവ കറങ്ങാൻ പോവാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ആ ക്യാബിൽ റിസോർട്ടിൽ പോയിട്ട് നമ്മുടെ ബാഗും പാക്കും ഒക്കെ നമ്മൾ അവിടെ സെറ്റിൽ ചെയ്തതിന് ശേഷമായിരിക്കും പോകുന്നത്. ക്യാബ് ഞങ്ങൾ നേരെ കൊണ്ടുപോയത് നമ്മുടെ റിസോർട്ടിലേക്കാണ്. മാഡ്ഗൺ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം ദൂരമാണ് അവിടേക്കുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഗോവയാട്ടോ. പക്ഷെ ഒരിക്കലും ഗോവ എന്ന് പറഞ്ഞിട്ടൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാനില്ല. നമ്മുടെ കേരളം പോലെ തന്നെയുള്ള ഒരു ചുറ്റുപാടും കാലാവസ്ഥയും നേച്ചറും ഒക്കെയാണ് ഇവിടെയും കാണാനുള്ളത്. പക്ഷെ ചില പോയിന്റിൽ ഒരു വൈബ് ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. ഗോവയിലെ മിക്ക ഹോട്ടലുകളുടെയും ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 2 PM ആണ്. അതുകൊണ്ട് തന്നെ ഏർലി ചെക്ക് ഇൻ അവർ അലൗ ചെയ്യുന്നില്ല. പക്ഷെ നേരത്തെ എത്തുന്ന കസ്റ്റമേഴ്സിന് അവർ കൊടുക്കുന്ന ഒരു ഫേവർ എന്താന്ന് വെച്ചാൽ അവരുടെ ലഗേജ് അവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് സൗകര്യം. അവരുടെ ഒരു ഓഫീസ് റൂമിന്റെ മൂലയ്ക്ക് നമ്മുടെ ബാഗ് ഒക്കെ കൊണ്ടേ കൂട്ടി വെക്കും. ഓരോ ബാഗിനും കെട്ടാൻ ഓരോ ടാഗും തരും. അതും വൈറ്റ് പേപ്പറിൽ പെന്ന് കൊണ്ട് ഒരു സെയിം നമ്പർ എഴുതിയ ടാഗ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തുമാത്രം പ്രൊഫഷണൽ അപ്രോച്ച് ആണെന്ന്. എനിവേ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ ലഗേജിനൊന്നും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കരുതി നിങ്ങളോട് ആരോടും ഞാനിത് സേഫ് ആണെന്നോ സെക്യൂർ ആണെന്നോ പറയുന്നുമില്ല. ഇവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗുകളുടെ ഒക്കെ ഫോട്ടോ ഒന്ന് എടുത്തു വെക്കുക, വീഡിയോയും എടുത്തു വെക്കുക, ഉള്ളിലുള്ള സാധനങ്ങളെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുക. ഇനി അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് വെച്ചാൽ കയ്യിൽ തന്നെ കരുതുന്നതായിരിക്കും നല്ലത്. വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഗോവൻ പാക്കേജ് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷനും എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് പാക്കേജ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ഗോവ. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars. The handlebars, crashing in my car. Wake up in a bar, I'll be a superstar. Just on my avatar, this world is so bizarre. Empty out the reservoir. Yeah. I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick. അമീർ ഖാന്റെ ദിൽ ചാത്താ ഹേ മൂവിയിലൊക്കെ ഫീച്ചർ ചെയ്തിട്ടുള്ള ചപ്പോറ ഫോർട്ട് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. മാഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 52 കിലോമീറ്റർ ആണ് ചപ്പോറ ഫോർട്ടിലേക്കുള്ള ദൂരം. എന്നാൽ ഞങ്ങളുടെ സ്റ്റേ കലങ്കട്ടിലായതുകൊണ്ട് ഞങ്ങൾ ലഗേജ് ഒക്കെ ഇറക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയത് കൊണ്ടും പിന്നെ അവിടെ നിന്ന് 1/2 മണിക്കൂർ സമയം കൊണ്ട് ചപ്പോറയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് കലങ്കട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചപ്പോറ ഫോർട്ടിലേക്ക് എത്താം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചപ്പോറ ഫോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. പാർക്കിംഗ് ഏരിയയ്ക്ക് ചുറ്റുമായിട്ട് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഗോവൻ മെയ്ഡ് ഐറ്റംസും സുവനീർസും ഒക്കെയാണ് അവിടെ പ്രധാനമായിട്ട് വിറ്റുപോകുന്നത്. ഞങ്ങളവിടെ എത്തിയത് ഒരു 10 മണി സമയത്താണ്. പറഞ്ഞിട്ടെന്താ, നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് ചുറ്റും നോക്കിയാൽ ഞാൻ കണ്ടത് അവിടെ കിടക്കണ ക്യാപ്പാണ്. കടയിൽ കയറി ക്യാപ്പ് വാങ്ങിയിട്ടാണ് പിന്നെ മുന്നോട്ടേക്ക് നടന്നത്. നടത്തെന്ന് പറഞ്ഞാൽ ഒരു 1.5 നടത്താണ്. 150 പടികൾ ഉണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് കൂടുതൽ സമയം എടുത്തെങ്കിലേ ഉള്ളൂ. അത്രയും ദൂരം നടന്നിട്ടാണ് ചപ്പോറ ഫോർട്ടിലേക്ക് നമ്മൾ കയറി പോകുന്നത്. അതും ഈ ജാതി വെയിലും കൊണ്ടിട്ട്. ഗൈസ് പൊളിഞ്ഞു, ഗൈസ് നിങ്ങളിതാ പൊളിഞ്ഞിട്ട് നിൽക്കാണ് ഗൈസ്. പക്ഷെ പൊളിഞ്ഞതൊക്കെ പെറുക്കിക്കൊണ്ട് ഞങ്ങൾ നടന്നു. കുറച്ചു ദൂരം കൂടെ നടന്നപ്പോഴേക്കും വെഗേറ്റർ ബീച്ചിന്റെയും ചുറ്റും സറൗണ്ട് ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പിന്റെയും സ്റ്റണ്ണിംഗ് വ്യൂസ് ഞങ്ങളെ അതിശയിപ്പിച്ചു തുടങ്ങിയിരുന്നു. യെസ്, ഫൈനലി വി റീച്ച്ഡ്. ഇതാണ് നമ്മുടെ ചപ്പോറ ഫോർട്ടിന്റെ എൻട്രൻസ്. എൻട്രൻസിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് അകത്തേക്ക് കടന്നത്. ഞങ്ങളെ വെൽക്കം ചെയ്തത് ഈ ബോർഡായിരുന്നു. അതിൽ വിസിറ്റിംഗ് ടൈം എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അവിടെ ആളുകൾ എൻട്രി ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എൻട്രി ഫീയും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ചപ്പോറ ഫോർട്ടിന്റെ എൻട്രൻസിൽ നിന്നുള്ള ഒരു 360 വ്യൂ. कि शायद हर साल यहाँ ना तो एक तरफ 10 साल में एक बार भी मिलना मुश्किल हो. അമീർ ഖാനെയും ദിൽ ചാത്താ ഹേ ഓർത്തിരിക്കാം എന്നല്ലാതെ ആ സമയത്ത് അവിടെ ഒരു സീനിക് വ്യൂ പോലും മാക്സിമം എൻജോയ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഫ്രം മൈ എക്സ്പീരിയൻസ് ചപ്പോറ ഫോർട്ട് കാണാനുള്ള ബെസ്റ്റ് ടൈം ഇതല്ല.
നല്ല വെയിൽ കൊള്ളാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രം ഈ സമയത്ത് ഇങ്ങോട്ട് പോന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ടൈം വിസിറ്റ് ആയതുകൊണ്ടും പാക്കേജുകാരെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടുമാണ് എനിക്ക് ഈ പണി കിട്ടിയത്. സോ ബി കെയർഫുൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ടാറ്റ പറയാണ്. ചാർപ്പ ഹോട്ടലിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ വാഗ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോറി ഗൈസ്, അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു. ബാഗ ബീച്ചിലേക്കല്ല, വെഗേറ്റർ ബീച്ചിലേക്കാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ചാർപ്പ ഫോർട്ടിൽ നിന്ന് കണ്ട കടൽ കാഴ്ചകളൊക്കെ വെഗേറ്റർ ബീച്ചിൻ്റെതായിരുന്നു. ഏതാണ്ട് ഒരു 1.3 കിലോമീറ്റർ ദൂരം മാത്രമേ ഫോർട്ടിൽ നിന്നും ഈ ബീച്ചിലേക്കുള്ളൂ. ഇതാണ് വെഗേറ്റർ ബീച്ച്. ഞാൻ അവിടെ എത്തുമ്പോൾ സമയം ഏതാണ്ട് ഒരു 12 മണിയായി കാണും. ഞാൻ എത്തുന്ന സമയത്ത് ഇത്രയും ക്രൗഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നട്ടുച്ച വെയിലായിട്ടും കടലിൽ ഒത്തിരി പേര് ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ജെറ്റ്സ്കിയും ബോട്ട് റൈഡും പാരാസെയിലിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യാനും ബീച്ചിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. വെഗേറ്റർ ബീച്ചിൽ ഞങ്ങൾ അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നട്ടുച്ച സമയമായിരുന്നു, എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക ദൂരമൊന്നും പോയില്ല. ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിന് മുന്നിൽ തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി. പക്ഷെ റെസ്റ്റോറൻറ്റ് കൊള്ളായിരുന്നു കേട്ടോ. ചൂസ് ചെയ്തെടുത്തൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ആർട്ടിസ്റ്റിക് ലുക്കുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ആ ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. പപ്പടത്തിന്റെ പൈസ കാണിച്ചുതരാം. മസാല പപ്പടം 120 രൂപ. ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്തെടുത്താലും 500 മുകളിൽ കേട്ടോ. 740 ഫ്രൈ ഒക്കെ. വെറുതെ ടൊമാറ്റോ ക്രീം 200. താലിക്ക് 550. പക്ഷെ 550 വെച്ചാട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സപ്ലയർ വന്നിട്ട് ഡ്രിങ്ക്സ് വല്ലതും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ലൈക്ക് ബിയർ, വൈൻ, ലിക്കർ, എനിത്തിങ്. അപ്പോഴാണ് പെട്ടെന്ന് ഇത് ഗോവയാണല്ലേ, റെസ്റ്റോറൻറ്റ്സിൽ പോലും അവിടെ ലിക്കേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ടൈം നമ്മൾ ഗോവയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഇത് ഇച്ചിരി പുതുമയുള്ള കാര്യമായിരിക്കും. മാത്രമല്ല ഗോവയ്ക്കൊരു കേരള ടച്ച് ഉണ്ട്. റോഡിലായാലും ചുറ്റുപാട്ടിലായാലും ഒക്കെ നമുക്കത് കാണാനും സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ ലിക്കേഴ്സ്, കാസിനോസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഓക്കെ ഇത് ഗോവയാണ് എന്ന് നമ്മൾ തന്നെ ഇടയ്ക്ക് ചിന്തിച്ചു പോകും. വെഗേറ്റർ ബീച്ചിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള അഞ്ജന ബീച്ചിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ചതുകൊണ്ട് അവിടെ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ അഞ്ജന ബീച്ചിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. യെസ് ഗൈസ്, ദിസ് ഇസ് അഞ്ജന ബീച്ച്. ഞങ്ങളവിടെ എത്തുന്നത് ഏതാണ്ട് ഒരു 2 മണി 2:15 സമയത്തൊക്കെയാണ്. ആസ് യൂഷ്വൽ ക്രൗഡ് വളരെ കുറവായിരുന്നു. ഈ നട്ടപ്പൊരിയുടെ വെയിലത്ത് ആരാ അവിടെ വരണേ, അതും ബീച്ചിൽ. ഗൈസ്, ബീച്ച് ഈസ് നോട്ട് ഫോർ ആഫ്റ്റർനൂൺ. സോ പാക്കേജുകാർ ലിസ്റ്റിൽ ബീച്ച് തന്നാലും ആഫ്റ്റർനൂൺ ആണെങ്കിൽ പോവണ്ട എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ എത്തിപ്പോയില്ലേ, വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. നല്ല ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ആംബിയൻസ് ആട്ടോ അഞ്ജന ബീച്ചിൽ. ആക്ച്വലി അഞ്ജന ഈസ് ഫേമസ് ഫോർ ട്രാൻസ് പാർട്ടീസ്. അഞ്ജനയുടെ നൈറ്റ് ലൈഫാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫുൾ മൂൺ പാർട്ടീസ്, കൾച്ചറൽ പെർഫോമൻസ്, ഗംഭീരമായിട്ടുള്ള ഫയർ ഷോസ്, അങ്ങനെ ഇവിടുത്തെ നൈറ്റ് ലൈഫിനെ കുറിച്ച് കേൾക്കാത്ത കാര്യങ്ങളില്ല. പക്ഷെ നട്ടുച്ചയ്ക്ക് വന്ന് പെട്ടുപോയില്ലേ, എന്ത് ചെയ്യാനാ. ഇവിടെയും വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസിന് ഒരുപാട് ചാൻസ് ഉണ്ട്. ഒത്തിരി പേര് നമ്മൾ ഇങ്ങോട്ട് വന്ന് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം വില പേശി നിൽക്കുകയാണെങ്കിൽ അവർ നല്ല കുറഞ്ഞ റേറ്റിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി ബാഗയെയും കലങ്കട്ട് ബീച്ചിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അഞ്ജന ബീച്ച് കുറച്ചുകൂടെ പീസ്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലായിട്ടോ, ഇവിടെ ഭയങ്കര ക്രൗഡ് കുറവാണ്. അതിൻ്റേതായിട്ടുള്ളൊരു സമാധാനം നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും.
ഒരു 1 അവറോളം ഞങ്ങൾ അഞ്ജനയിലുണ്ടായിരുന്നു. അത്രയും നേരം അവിടെ ആസ്വദിക്കാനുള്ള ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വെയിലും ചൂടും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കെയർഫുൾ ആയിട്ട് കേട്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, പാക്കേജ് എടുത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു കാരണവശാലും പാക്കേജുകാർ തരുന്ന ആ ഒരു പ്ലാൻ വെച്ച് മാത്രം മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ കംഫർട്ട്, നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ട്രിപ്പ് ഒരു ടാസ്ക് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ അറൈവൽ ടൈമും ഹോട്ടൽ ചെക്ക് ഇൻ ടൈമും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ അറൈവൽ ആയതിനു ശേഷവും ഹോട്ടൽ ചെക്ക് ഇൻ ടൈം ആവാത്തത് കൊണ്ട് ഒത്തിരി നേരം നിങ്ങൾ വേറൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട അവസ്ഥയും വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇതേ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, പാക്കേജുകാർ തരുന്ന എല്ലാ ഡീറ്റെയിൽസും വീണ്ടും ഒന്ന് റെഫർ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും ശ്രദ്ധിക്കാം. ഇപ്പോൾ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് അവർ തരുന്നുണ്ടാവാം, നിങ്ങൾക്ക് തരുന്ന ഒരു പ്ലാനിനെ കുറിച്ച്, ആ പ്ലാനിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങളെ കുറിച്ച്, ഇതിനൊക്കെ കുറിച്ച് നിങ്ങളൊരു ഓവർ തിങ്ക് ചെയ്യുക, ഓവർ ഡീറ്റെയിൽസ് നിങ്ങൾ ബ്രൗസ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണ വരുമ്പോൾ അവരുടെ പാക്കേജിൽ നിങ്ങൾക്ക് കംഫർട്ട് അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനും സാധിക്കും. അഞ്ജന ബീച്ചോട് കൂടി ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണെന്ന് ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് പിക്കപ്പും ഷെഡ്യൂൾഡ് ആണ്. സോ പാക്കേജുകാർ തന്ന എല്ലാ സ്ഥലങ്ങളിലും ഓടി പിടിച്ചെത്താതെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു.